രാജ്യത്ത് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന് വീണ്ടും വില കൂട്ടി 29 രൂപയാണ് കൂട്ടിയത്. 3 മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് വീട്ടാവശ്യത്തിനുള്ള LPG സിലിണ്ടറിന് വില കൂട്ടുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരനാണ് ചേരുന്നത്. അർജുൻ, ഗുഡ് ഈവനിങ്. ഇതിപ്പോ ഇന്ത്യക്കാരും തന്നെ ഉത്തരവാദികളല്ലാത്ത ഒരു പ്രശ്നത്തിന്റെ പേരിലുണ്ടായ വിലക്കയറ്റമാണിത്. എല്ലാ വസ്തുക്കൾക്കും വില കൂടുന്നു, ഒപ്പം തന്നെ ഈ പാചകവാതക വില, സാധാരണക്കാരടക്കം എല്ലാവരും ഇപ്പോൾ പാചകവാതകം ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് വിലക്കയറ്റം എല്ലാ അടുക്കളകളെയും ബാധിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് സാധാരണക്കാർ ആവശ്യപ്പെടുന്നത് അവരുടെയെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം വേണമെന്നാണല്ലോ. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ, ഗാർഹിക സിലിണ്ടറിന് വീണ്ടും വില കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന സാധാരണക്കാരുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാ അടുക്കളകളിലും ഇതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് വരാൻ പോകുന്നതെന്നൊരു സൂചന കൂടിയുണ്ടല്ലോ ഇതിൽ. കൃഷിക സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ഇരുട്ടിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ അർദ്ധരാത്രിയോടെയാണ് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറിന് 29 രൂപ കൂടി വർദ്ധിപ്പിച്ചത്. ഇതോടെ കേരളത്തിൽ വില 951 രൂപ കൂടി വർദ്ധിച്ചിട്ടുണ്ട്. അത് ഈ നിലവിൽ ഇതിന്റെ ഒരു ന്യായീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വാദം എന്ന് പറയുന്നത്, അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റമല്ല കേരളത്തിൽ. അതായത് മറ്റ് രാജ്യങ്ങളിൽ ഇന്ത്യയെ അപേക്ഷിച്ച് വലിയ തോതിലാണ് വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ ആഗോള തലത്തിൽ ഉണ്ടായിട്ടുള്ള ഇന്ധന വിതരണത്തിലുള്ള പ്രതിസന്ധിയിലടക്കമാണ് നിലവിൽ മറ്റ് സാഹചര്യമില്ലാതെ ഇന്ത്യയിൽ കൂടി ഈ വില വർധനവ് ഏർപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ്. നേരത്തെയും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടർ വില വർദ്ധിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഇത് വിശദീകരണമാണ് ഇതിലിപ്പോൾ കേന്ദ്രം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ ഈ LPGക്ക് പകരം നാച്ചുറൽ ഗ്യാസിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള പല പ്രോത്സാഹനങ്ങളും, അതിൽ തന്നെ പല ഇൻസെന്റീവുകളും അടക്കം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അത്തരത്തിലൊരു ഷിഫ്റ്റാണ് നിലവിൽ എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ഇന്ധന വിതരണത്തിലടക്കം ഉണ്ടാകുന്ന പ്രതിസന്ധിയിൽ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ പെട്രോളിനും ഡീസലിനും അടിക്കടി വില വർദ്ധിച്ചത്, ഘട്ടം ഘട്ടമായിട്ടാണ് വില കൂട്ടിയത്. മാത്രമല്ല, ഈ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 19 കിലോ സിലിണ്ടറിനും ഇത്തരത്തിൽ ഘട്ടം ഘട്ടമായി വലിയ തോതിൽ വില വർദ്ധിച്ചിരുന്നു. 29 രൂപ എന്ന് പറയുമ്പോൾ തന്നെ ഈ വീട്ടാവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിൽ അത് വലിയ തോതിലുള്ള വർധനമാണ്. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലും ഈ പ്രതിസന്ധിയെല്ലാം തന്നെ, അതായത് ഇന്ധന വിതരണത്തിലുള്ള പ്രതിസന്ധി രാജ്യാന്തര തലത്തിലടക്കം ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയും വില വർദ്ധിക്കുമോ എന്നുള്ളൊരു ആശങ്കയിൽ തന്നെയാണ് നിലവിൽ എന്തായാലും രാജ്യത്തെ ജനങ്ങളെല്ലാം തന്നെ ഉള്ളത്. അതിനെല്ലാം തന്നെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടി ഇനി വലിയ തോതിലുള്ള വില വർധന ഉണ്ടാകില്ല, നിലവിൽ മറ്റിടങ്ങളിൽ ഉണ്ടായിട്ടുള്ള അത്രയും വർധനവ് ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വാദങ്ങളും ന്യായീകരണങ്ങളുമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ഇരുട്ടടി തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്ധന വില വർദ്ധിക്കുന്നു, ഈ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടർ വില വർദ്ധിച്ചതോടെ തന്നെ വീട്ടാവശ്യങ്ങളുള്ള പല കാര്യങ്ങളും, ഭക്ഷണത്തിന്റെ അടക്കം ഭക്ഷണ സാധനങ്ങളുടെ അടക്കം വലിയ തോതിലുള്ള വില വർദ്ധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ 14.2 കിലോ സിലിണ്ടർ കൂടി വില വർദ്ധിച്ചിരിക്കുന്നത്. അതെല്ലാം തന്നെ വലിയ തോതിലുള്ള ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.